ഹായ് ഗൈസ്, ഈന്തുപൊടിയും ബീഫും വെച്ച് തയ്യാറാക്കുന്ന ഈന്തുപിടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ ഷോർട്ട് വീഡിയോ. ഈന്ത് വെട്ടി ഉണക്കുന്നതും ഈന്തിൻ്റെ ഗുണങ്ങളും വെച്ച് മറ്റൊരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. വീഡിയോ കാണാത്തവർ ചാനലിൽ കയറി കാണുക. പലഹാരമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മറ്റുള്ള പൊടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രുചിയാണ് ഈന്തിന്. ഞാനിന്ന് വീട്ടിലുണ്ടാക്കാൻ പോകുന്ന ഈന്തിൻ്റെ പൊടി എൻ്റെ നാത്തൂൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. സാധാരണ പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുന്നത് പോലെ പൊടി വാട്ടിയെടുക്കുക. പൊടിയുടെ ചൂടൊന്ന് കുറയുന്ന സമയം കൊണ്ട് തന്നെ ബീഫ് വെച്ചൊരു കറി റെഡിയാക്കാം. 1 കിലോ ബീഫാണ് ഞാൻ അതിനായി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള വലിയുള്ളിയും 2 തക്കാളിയും കറിക്ക് വേണ്ടുന്ന വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം റെഡിയാക്കി വെക്കുക. നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, കുരുമുളക് പൊടിയും ഉലുവയും ചേർത്തിളക്കി അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. ബീഫ് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ പൊടി നന്നായി കുഴച്ച് പിടി റെഡിയാക്കി എടുക്കാം. പിടി ഉണ്ടാക്കാനും കഴിക്കാനും കൂടുതൽ ആളുണ്ടാവണം എന്നതുകൊണ്ട് തന്നെ എൻ്റെ ബ്രദറും കുടുംബവും വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഈ ഈന്തുപിടി ഉണ്ടാക്കുന്നത്. ഈന്തുപൊടിയുടെ കട്ട് കളയുന്നത് നിർബന്ധമായതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ പിടി തിളച്ച വെള്ളത്തിലിട്ട് പൊങ്ങി വരുമ്പോൾ കോരി മാറ്റി വേവിച്ച ബീഫ് കറിയിലേക്കിട്ട് നന്നായി ഇളക്കി ചേർക്കുക. ഈന്തുപൊടിക്ക് കട്ടുണ്ടെന്നറിയാം. അതിൻ്റെ ദോഷവശങ്ങൾ എന്തെല്ലാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്കും അറിയില്ല. അറിയാവുന്നവർ കമൻറ്റിൽ അറിയിക്കണേ. ഇനി ഈ പിടിയിലേക്ക് വേണ്ടുന്ന മറ്റൊരു കാര്യം തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നതാണ്. റെഡിയാക്കി വെച്ച ബീഫ് കറിയിലേക്ക് പാകമാക്കിയ പിടിയും വറുത്തരച്ച തേങ്ങയും ചേർത്തിളക്കി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ചെറിയ ഉള്ളിയും ചുവന്ന മുളകും കറിവേപ്പിലയും നന്നായൊന്ന് വറുത്ത് ഈന്തുപിടിയുടെ കൂട്ടിലേക്ക് ചേർത്തിളക്കുക. ചിക്കൻ വെച്ചും ബീഫ് വെച്ചും റെഡിയാക്കാൻ പറ്റുന്ന ഈ ഒരു ഈന്തുപിടി നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.